വർഷം 1918. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലം. മഹാരാഷ്ട്രയിലെ തുമ്പാദ് എന്ന ഗ്രാമത്തിൽ തന്റെ അമ്മ സീതയുടെയും അനുജൻ സദാശിവിന്റെയും കൂടെ താമസിക്കുകയായിരുന്നു വിനായക് എന്ന 13 വയസ്സുകാരൻ. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കഴിഞ്ഞിരുന്ന അവർക്ക് ആകെ ഉണ്ടായിരുന്ന ആശ്രയം തുമ്പാദിലെ പ്രമാണിയായ സർക്കാരിന്റെ വീട്ടിൽ അവന്റെ അമ്മയ്ക്കുണ്ടായിരുന്ന ജോലിയാണ്. പുറമെ സർക്കാരിന്റെ വീട്ടുജോലിക്കാരി ആയിരുന്നെങ്കിലും സർക്കാർ അവളെ ഒരു വെപ്പാട്ടിയെ പോലെയാണ് കണ്ടിരുന്നത്. പ്രധാനമായും 2 കാര്യങ്ങളായിരുന്നു അവൾക്ക് അവിടെ ചെയ്യാനുണ്ടായിരുന്നത്. സർക്കാരിന്റെ ലൈംഗിക ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുക, വിരൂപയും ഭ്രാന്തിയുമായ അയാളുടെ മുത്തശ്ശിയെ ശുശ്രൂഷിക്കുക. തന്റെ ശരീരവും മാനവും വിറ്റ് അവൾ ആ ദുരിതങ്ങൾ സഹിക്കുന്നത് അയാൾ അവൾക്ക് നൽകാമെന്നേറ്റ സ്വർണ്ണ നാണയങ്ങൾ എന്തെങ്കിലും കിട്ടുമെന്ന വിശ്വാസത്തിലാണ്. പലതവണ അവൾ അത് ചോദിക്കുന്നുണ്ടെങ്കിലും സമയമാകുമ്പോൾ നൽകാമെന്ന് പറഞ്ഞ് അയാൾ അവളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എന്നാൽ സർക്കാരിന്റെ ആ കോട്ടയിൽ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് ശൂന്യതയിൽ നിന്നും പ്രപഞ്ചമുണ്ടായപ്പോൾ സമൃദ്ധിയുടെയും സമ്പത്തിന്റെയും പ്രതീകമായ ലക്ഷ്മി ദേവി കോടിക്കണക്കിന് ദേവന്മാർക്കും ജീവജാലങ്ങൾക്കും ജന്മം നൽകി. മനുഷ്യർക്ക് ചെന്നെത്താൻ സാധിക്കാത്ത ഭൂമിക്കടിയിലെ ഉള്ളറകളായിരുന്നു ദേവിയുടെ ഗർഭപാത്രം. കോടിക്കണക്കിന് മക്കളുണ്ടെങ്കിലും ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്റെ ആദ്യത്തെ മകനായ ഹസ്തർ ആയിരുന്നു. എന്നാൽ പ്രപഞ്ചത്തിലെ മുഴുവൻ സമ്പത്തും തനിക്ക് സ്വന്തമായി വേണമെന്ന അത്യാഗ്രഹം മൂത്ത ഹസ്തർ അമ്മയ്ക്ക് തന്നോടുള്ള സ്നേഹം മുതലെടുത്ത് അമ്മയുടെ പക്കലുണ്ടായിരുന്ന സ്വർണം മുഴുവൻ മോഷ്ടിച്ചു. മറ്റു ദേവന്മാർ ഇതിനെ ചോദ്യം ചെയ്തെങ്കിലും തന്റെ പ്രിയപ്പെട്ട മകനായതുകൊണ്ട് ദേവി അവനോട് ക്ഷമിച്ചു. എന്നാൽ സ്വർണം മുഴുവൻ സ്വന്തമാക്കിയെങ്കിലും ഹസ്തറിന്റെ അത്യാഗ്രഹം അവസാനിച്ചില്ല. പ്രപഞ്ചത്തിലെ മുഴുവൻ ഭക്ഷണവും തനിക്ക് മാത്രം വേണമെന്നായിരുന്നു അവന്റെ അടുത്ത ആഗ്രഹം. അങ്ങനെ സംഭവിച്ചാൽ പ്രപഞ്ചം മുഴുവൻ പട്ടിണിയിലാകുമെന്ന് മനസ്സിലാക്കിയ മറ്റു ദേവന്മാർ ദേവി അറിയാതെ ഒരുമിച്ച് കൂടി ഹസ്തറിനെ കൊന്നുകളയാൻ തീരുമാനിച്ചു. ദേവന്മാരുടെ ശക്തമായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മരണമുറപ്പായ ഹസ്തർ ഭൂമിക്കടിയിലുള്ള അമ്മയുടെ ഗർഭപാത്രത്തിൽ കയറി ഒളിച്ചെങ്കിലും ദേവന്മാർ അവനെ കൊല്ലാൻ അവിടെയുമെത്തി. എന്നാൽ തന്റെ പ്രിയപ്പെട്ട മകനെ കൊല്ലാൻ ദേവി അവരെ അനുവദിച്ചില്ല. പകരം മറ്റു ദേവന്മാർക്ക് മുൻപിൽ വെച്ച് അവൾ അവനൊരു ശാപം നൽകി. ഇനി ഒരിക്കലും അവന് ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. ചരിത്രത്തിൽ എവിടെയും അവന്റെ പേരുണ്ടാകില്ല. ഭൂമിയിൽ ആരും അവനെ ദൈവമായി കാണുകയോ പൂജിക്കുകയോ ഇല്ല. വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ അത്യാഗ്രഹം കൊണ്ട് താൻ നേടിയ സ്വർണവുമായി ആ ഗർഭപാത്രത്തിൽ കാലാകാലം ജീവിക്കാൻ അവൻ ശപിക്കപ്പെട്ടു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ശപിക്കപ്പെട്ട ഹസ്തർ കിടക്കുന്ന ദേവിയുടെ ഗർഭപാത്രം യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ന് തുമ്പാദിലെ റാവു കുടുംബം താമസിക്കുന്ന ആ വലിയ കോട്ടയുടെ അടിയിലാണ്. തലമുറകൾ കൈമാറി വന്ന ഹസ്തറിന്റെ കഥകളിൽ നിന്നും അവന്റെ കയ്യിലുള്ള വിലമതിക്കാനാവാത്ത സ്വർണത്തെക്കുറിച്ച് മനസ്സിലാക്കിയ റാവു കുടുംബത്തിലെ പൂർവികർ ഹസ്തറിനെ പ്രസാദിപ്പിച്ച് ആ സ്വർണം നേടിയെടുക്കാൻ അവനു വേണ്ടി ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചു. വിലക്കപ്പെട്ടവനായ ഹസ്തറിന് ഭൂമിയിൽ ഒരു ക്ഷേത്രം ഉയർന്നതറിഞ്ഞ ദേവന്മാർ ആ ഗ്രാമത്തെ ശപിച്ചു. ആ ശാപത്തിന്റെ ഫലമായി തുമ്പാദിൽ വർഷത്തിന്റെ ഭൂരിഭാഗവും മഴയായിരിക്കും. സൂര്യപ്രകാശം പോലും ഭൂമിയിൽ വീഴാൻ അനുവദിക്കാത്ത തരത്തിൽ കറുത്ത മേഘങ്ങൾ മൂടിയ ഒരിക്കലും തോരാത്ത ആ മഴ ദേവന്മാരുടെ കണ്ണുനീരാണെന്നാണ് വിശ്വാസം. ആ ക്ഷേത്രം പണിത റാവു കുടുംബത്തിലെ അവസാന കണ്ണിയാണ് സർക്കാർ റാവു. ഹസ്തറിനെ പ്രീതിപ്പെടുത്തി എങ്ങനെ സ്വർണം കൈക്കലാക്കാമെന്നറിയാവുന്ന വളരെ ചുരുക്കം പേരെ ആ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതിൽ ജീവിച്ചിരിക്കുന്നത് വിരൂപയും ഭ്രാന്തിയുമായ സർക്കാരിന്റെ മുത്തശ്ശി മാത്രമാണ്. ആ കോട്ടയുടെ ഏതോ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രഹസ്യവാതിൽ വഴി ഭൂമിക്കടിയിലെ ദേവിയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഹസ്തറിനെ പ്രസാദിപ്പിച്ച് അവന്റെ കയ്യിലെ സ്വർണമെടുക്കാൻ അവർക്കറിയാം. എന്നാൽ സ്വർണമെടുക്കുന്ന വേളയിൽ ഹസ്തർ ഒരാളെ സ്പർശിച്ചാൽ അവർ ഹസ്തറിന്റെ ശാപത്തിനിരയാകും. അതോടെ അവരുടെ ശരീരം വിരൂപമായി മാറുകയും പൊട്ടിയൊലിക്കുന്ന മുറിവുകളുടെ വേദനയിൽ മരണമില്ലാതെ നരകിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തുകയും ചെയ്യും. അടങ്ങാത്ത വിശപ്പ് കാരണം എപ്പോഴും അലറിക്കരയുകയും കയ്യിൽ കിട്ടുന്നവരെ ആക്രമിക്കുകയും ചെയ്യുന്ന അവരെ ഉറക്കിക്കിടത്താൻ നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ ഹസ്തർ വരുമെന്ന് പറഞ്ഞാൽ മതി. അതോടെ ഹസ്തറിനെ ഭയക്കുന്ന അവർ അടുത്ത നിമിഷം ഉറങ്ങി വീഴും. മറ്റാരെങ്കിലും തീ ഉപയോഗിച്ച് അവരെ കൊല്ലാൻ തയ്യാറായാൽ മാത്രമേ ഈ അവസ്ഥയിൽ നിന്ന് അവർക്ക് മരണവും ശാപമോക്ഷവും ലഭിക്കുകയുള്ളൂ. ഒരിക്കൽ അത്തരത്തിൽ ശാപം ലഭിച്ചാണ് സർക്കാരിന്റെ മുത്തശ്ശി ഭ്രാന്തിയും വിരൂപയുമായി മാറിയത്. എന്നാൽ സ്വർണമെടുക്കാനുള്ള ആ രഹസ്യം എന്നെങ്കിലും അവരിൽ നിന്ന് ലഭിക്കുമെന്ന വിശ്വാസത്തിൽ സർക്കാർ അവരെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് പരിചരിക്കാനും ഭക്ഷണം നൽകാനും തന്റെ വെപ്പാട്ടിയായ സീതയെ ചുമതലപ്പെടുത്തി. അതിനായി മലമുകളിൽ അവർക്കൊരു വീട് പണിച്ചു നൽകുന്ന സർക്കാർ അതിലൊരു മുറിയിൽ മുത്തശ്ശിയെ താമസിപ്പിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സർക്കാർ മരണപ്പെട്ടു. അതോടെ ഇനി തുമ്പാദിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിയ സീത തന്റെ മക്കളെയും കൊണ്ട് അവിടം വിട്ട് പൂനെയിലേക്ക് താമസം മാറാൻ തീരുമാനിച്ചു. എന്നാൽ റാവു കുടുംബത്തിന്റെ കൈവശമുള്ള നിധിയെക്കുറിച്ച് തുമ്പാദിൽ പ്രചരിക്കുന്ന കഥകൾ അറിയാമായിരുന്ന വിനായകിന്റെ മനസ്സ് മുഴുവൻ സർക്കാർ അവർക്ക് നൽകാമെന്നേറ്റ സ്വർണവും കഥകളിലെ ആ നിധിയുമായിരുന്നു. തന്റെ അമ്മയോട് അതിനെക്കുറിച്ച് ചോദിച്ച അവനോട് സർക്കാർ അയാളുടെ ജീവിത
ജീവിതകാലം മുഴുവൻ അന്വേഷിച്ചിട്ടും അതെവിടെയാണെന്ന് അയാൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും കിട്ടാത്ത സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഓർത്ത് സമയം കളയാതെ നാളെ വൈകുന്നേരം നമ്മൾ തുമ്പാദ് വിടുമെന്നുമായിരുന്നു അവളുടെ മറുപടി. ഒരുപക്ഷെ അവർ പരിചരിക്കുന്ന സർക്കാരിന്റെ ഭ്രാന്തിയായ മുത്തശ്ശിക്ക് നിധിയെക്കുറിച്ച് അറിയാൻ സാധ്യതയുണ്ടെന്നും അവരെ നമ്മൾ എന്തു ചെയ്യുമെന്നും അവൻ വീണ്ടും ചോദിച്ചു. മകന്റെ പണത്തോടുള്ള ആർത്തി മനസ്സിലാക്കുന്ന സീത സർക്കാരുമായി ഇനി നമുക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അവരെ അവിടെ ഉപേക്ഷിച്ച് നമ്മൾ പോകുമെന്നും തറപ്പിച്ചു പറഞ്ഞു. അമ്മയുടെ മറുപടിയിൽ വിഷമിച്ച് പുറത്തേക്കിറങ്ങിയ വിനായക് ആ വീടിന്റെ മുറ്റത്തുള്ള ഒരു മരത്തിന്റെ ചില്ലയിൽ ഇരിക്കുകയായിരുന്ന അനുജൻ സദാശിവുമായി സംസാരിക്കുന്നതിനിടയിൽ മരത്തിൽ നിന്നും താഴേക്ക് വീണ് സദാശിവിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അവിടെ ഓടിയെത്തിയ സീത രക്തം വാർന്നൊലിക്കുന്ന തന്റെ മകനെ കണ്ട് തളർന്നു പോയെങ്കിലും ധൈര്യം വീണ്ടെടുത്ത അവൾ അവനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാൻ തീരുമാനിച്ചു. പോകുന്നതിനു മുൻപ് സർക്കാരിന്റെ ഭ്രാന്തിയായ മുത്തശ്ശിക്ക് ഭക്ഷണം നൽകാൻ വിനായകനെ ഏൽപ്പിക്കുന്ന സീത നാളെ രാവിലെ ആകുമ്പോഴേക്കും അവൾ തിരിച്ചെത്തുമെന്നും തുമ്പാദ് വിടാൻ തയ്യാറായി നിൽക്കാനും അവനോട് പറഞ്ഞു. എന്നാൽ ഉണർന്നു കഴിഞ്ഞാൽ മുന്നിൽ കാണുന്നവരെ ആക്രമിക്കുന്ന ആ സ്ത്രീയെ ഭയമായിരുന്ന വിനായക് ഭക്ഷണം നൽകാൻ പോകുമ്പോൾ അവർ ഉണർന്നാൽ എന്തു ചെയ്യുമെന്ന് അമ്മയോട് ചോദിച്ചു. ഉറങ്ങിയില്ലെങ്കിൽ ഹസ്തർ വരുമെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ഉറങ്ങുമെന്ന് പറഞ്ഞ ശേഷം അവൾ ഇളയ മകനെയും കൊണ്ട് ആശുപത്രി ലക്ഷ്യമാക്കി നീങ്ങി. അവൾ പോയ ശേഷം ഭയത്തോടെ അവൻ അവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവരെ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയിൽ നിന്നും ചില ശബ്ദങ്ങൾ കേട്ട അവൻ മുറിയുടെ വാതിലിന്റെ അടിയിലൂടെ നോക്കിയപ്പോൾ ഉണർന്നിരിക്കുന്ന അവർ അവനോട് വാതിൽ തുറക്കാനും അവർക്ക് വിശക്കുന്നുണ്ടെന്നും പറഞ്ഞു. ഭയന്നുപോയ അവൻ അവിടെ നിന്നും തിരികെ നടക്കാൻ തുടങ്ങിയതും സർക്കാരിന്റെ കോട്ടയിലെ ആ നിധി നിനക്ക് വേണോ എന്ന ഒരു ചോദ്യം അവർ അവനോട് ചോദിച്ചു. പണത്തിനോടുള്ള അവന്റെ അത്യാഗ്രഹം അവനെ കൊണ്ട് ആ വാതിൽ തുറപ്പിച്ചു. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ വിരൂപിയായ ആ സ്ത്രീയെ അവൻ കണ്ടു. ആ ഭീകര രൂപത്തെ കണ്ട ഭയം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് നിധി എവിടെയാണെന്ന് അവൻ അവരോട് ചോദിച്ചു. തനിക്ക് വിശക്കുന്നുണ്ടെന്നും ഭക്ഷണം തന്നാൽ നിധി എവിടെയാണെന്ന് പറഞ്ഞു തരാമെന്നും അല്ലെങ്കിൽ നിന്നെ ഞാൻ ഭക്ഷിക്കുമെന്നുമുള്ള അവരുടെ മറുപടി കേട്ട അവൻ പെട്ടെന്ന് തന്നെ ഭക്ഷണം തയ്യാറാക്കാൻ അടുക്കളയിലേക്ക് ഓടി. അതിനിടയിൽ അവരെങ്ങാനും ആക്രമിച്ചാൽ അവരെ ഉറക്കാനായി അമ്മ പറഞ്ഞു തന്ന ആ വാചകം ഓർത്തെടുക്കാൻ അവൻ ശ്രമിച്ചെങ്കിലും ഹസ്തർ എന്ന ആ വാക്ക് അവൻ മറന്നുപോയിരുന്നു. ഭക്ഷണം ഉണ്ടാക്കുന്ന വേളയിൽ അവൻ അത് ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവനെ പിന്തുടർന്ന് അടുക്കളയിലെത്തിയ ആ സ്ത്രീ അവരുടെ കാലിലെ ഒരു ചങ്ങല അവന്റെ കാലിൽ ബന്ധിച്ച ശേഷം അവനെയും കൊണ്ട് ആ മുറിയിലേക്ക് നടന്നു. അവൻ ഭയന്ന് നിലവിളിച്ചെങ്കിലും ആ മലമുകളിൽ അവന്റെ കരച്ചിൽ കേൾക്കാൻ ആരുമുണ്ടായില്ല. ഒരു രാക്ഷസിയായി മാറിയ ആ സ്ത്രീ അവനെ ജീവനോടെ ഭക്ഷിക്കാൻ ശ്രമിച്ചു. അപ്പോഴും അമ്മ പറഞ്ഞ ആ വാക്കുകൾ ഓർക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവരുമായുള്ള ആ മൽപ്പിടുത്തത്തിനിടയിൽ പെട്ടെന്ന് അവൻ അത് ഓർമ്മ വന്നു. തന്റെ സർവ്വശക്തിയുമെടുത്ത് അവരെ പ്രതിരോധിക്കുന്നതിനിടയിൽ ഉറങ്ങിയില്ലെങ്കിൽ ഹസ്തർ വരുമെന്ന് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അടുത്ത നിമിഷം ആ സ്ത്രീ ബോധം നഷ്ടപ്പെട്ട പോലെ നിലത്തേക്ക് വീണ് ഉറങ്ങാൻ ആരംഭിച്ചു. ഒരു വിധം തന്റെ കാലിലെ ചങ്ങല അഴിച്ചു മാറ്റിയ അവൻ വാതിൽ പൂട്ടി പുറത്തേക്കൂടി. അപ്പോഴേക്കും അവിടെ എത്തിയിരുന്ന സീത ഭയന്നു വിറച്ച തന്റെ മകനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. തന്റെ അമ്മയുടെ വിഷമവും കരച്ചിലും ശ്രദ്ധിച്ച അവൻ അനുജൻ സദാശിവ് എവിടെയെന്ന് അവളോട് ചോദിച്ചു. ഒന്നും പറയാതെ അവൾ കരച്ചിൽ തുടർന്നതോടെ തന്റെ അനുജൻ മരിച്ചുവെന്ന് അവന് മനസ്സിലായി. അന്ന് രാത്രി തന്നെ അനുജന്റെ ശേഷക്രിയകൾ നടത്തിയ ശേഷം ആ സ്ത്രീയെയും ആ വീടും അവിടെ ഉപേക്ഷിച്ച് അവർ രണ്ടുപേരും ഒരു തോണിയിൽ തുമ്പാദ് എന്ന ആ ശപിക്കപ്പെട്ട ഗ്രാമം വിട്ടു. പോകുന്ന വഴിയിലും തന്റെ അനുജൻ മരണപ്പെട്ടതോ തന്റെ അമ്മയുടെ വിഷമമോ വിനായകനെ അലട്ടിയില്ല. അവന്റെ ചിന്ത മുഴുവൻ ആ നിധിയെക്കുറിച്ചായിരുന്നു. തന്റെ ഇളയ മകനെ നഷ്ടപ്പെട്ട വേദനയിൽ ഇരിക്കുന്ന സീതയോട് തിരിച്ചുപോയി ആ സ്ത്രീയെ കെട്ടിയിട്ട് ചോദ്യം ചെയ്താൽ നിധി എവിടെയാണെന്ന് അറിയാൻ സാധിക്കുമെന്ന് വിനായക് പറയുന്നത് കേട്ട അവൾക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. തന്റെ മകന്റെ പണത്തോടുള്ള അത്യാഗ്രഹം മനസ്സിലാക്കിയ അവൾ അവനെ അടിക്കുകയും വഴക്കു പറയുകയും ചെയ്തു. എങ്കിലും അവനെ സമാധാനിപ്പിക്കാൻ സർക്കാരിന്റെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച ഒരു സ്വർണ്ണ നാണയം കൊടുത്ത ശേഷം ഇനി ഒരിക്കലും ജീവിതത്തിൽ തുമ്പാദിലേക്ക് തിരിച്ചു വരില്ലെന്ന് സത്യം ചെയ്യാൻ അവൾ അവനോട് ആവശ്യപ്പെട്ടു. അമ്മയുടെ മുഖത്തെ വിഷമവും ഭയവും കണ്ടപ്പോൾ അവൻ അത് സമ്മതിച്ചു. അങ്ങനെ നീണ്ട 15 വർഷങ്ങൾ കടന്നുപോയി. അതിനിടെ വിവാഹിതനായിരുന്ന വിനായക് തന്റെ ഭാര്യയോടും അമ്മയോടുമൊപ്പം പൂനെ നഗരത്തിൽ കഴിഞ്ഞു പോന്നു. കടുത്ത ദാരിദ്ര്യത്തിലായിരുന്ന അവൻ അമ്മയുടെ മരണശേഷം അവർക്ക് നൽകിയ വാക്ക് ലംഘിച്ചുകൊണ്ട് പണത്തിനോടുള്ള അടങ്ങാത്ത ആർത്തിയുമായി ആ നിധിയുടെ രഹസ്യം തേടി ശപിക്കപ്പെട്ട ആ ഗ്രാമത്തിൽ വീണ്ടും തിരിച്ചെത്തി. വർഷങ്ങൾക്ക് മുൻപ് അവർ ഉപേക്ഷിച്ചു പോയ കുന്നിൻ മുകളിലെ ആ പഴയ വീട് ലക്ഷ്യമാക്കി അവൻ നടന്നു. ഭൂരിഭാഗവും തകർന്നടിഞ്ഞ ആ വീട്ടിലേക്ക് കയറിയ അവന്റെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. സർക്കാരിന്റെ മുത്തശ്ശി ജീവനോടെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും ആ നിധിയുടെ രഹസ്യം അറിയണം. ഉൾഭാഗം നിറയെ ചെടികളും മരങ്ങളും വളർന്ന ഇടനാഴിയിലൂടെ നടന്ന് ആ സ്ത്രീയെ തളച്ചിട്ടിരിക്കുന്ന മുറിയിലേക്ക് കയറിയ വിനായക് കണ്ടത് ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു. 15 വർഷത്തോളം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കിടന്ന ആ സ്ത്രീ
സ്ത്രീയുടെ ശരീരത്തിലൂടെ ഒരു മരം വളർന്ന് അവരുടെ ഹൃദയവും മറ്റും ആ മരത്തിന്റെ ചില്ലകളിൽ തങ്ങിക്കിടക്കുന്നു. ഹസ്തറിന്റെ ശാപഫലമായി മരിക്കാൻ സാധിക്കാതെ ഒരു ജീവച്ഛവം പോലെ നരകിച്ചു കിടക്കുന്ന അവർക്ക് തന്നെ പഴയതുപോലെ ആക്രമിക്കാനൊന്നും സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ വിനായക് മരത്തിന്റെ ചില്ലകളിൽ തങ്ങി നിൽക്കുന്ന അവരുടെ ഹൃദയം മിടിക്കുന്നത് ശ്രദ്ധിച്ചു. ഒപ്പം അവന്റെ സ്പർശനമേറ്റുണർന്ന അവർ അവനോട് സംസാരിക്കാനും തുടങ്ങിയതോടെ അവർക്ക് ജീവനുണ്ടെന്ന് വിനായക് സന്തോഷത്തോടെ മനസ്സിലാക്കി. ഒട്ടും സമയം കളയാതെ നിധിയെപ്പറ്റി ചോദിക്കുന്ന വിനായകനോട് തന്നെ തീയിട്ട് കൊന്ന് ഈ നരകയാതനയിൽ നിന്നും മോചിപ്പിക്കാമെങ്കിൽ ആ രഹസ്യം പറഞ്ഞു തരാമെന്ന് അവർ അവന് വാക്ക് നൽകി. അത് സമ്മതിക്കുന്ന വിനായകന് ഒടുവിൽ അവർ ആ രഹസ്യം പറഞ്ഞുകൊടുത്തു. യഥാർത്ഥത്തിൽ കുഴിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല ആ നിധി. ലക്ഷ്മി ദേവിയുടെ ഗർഭപാത്രത്തിൽ ശപിക്കപ്പെട്ട് കഴിയുന്ന ഹസ്തറിന്റെ കയ്യിലുള്ള സ്വർണ്ണ നാണയങ്ങളാണ് ആ നിധി. ഭീകരരൂപിയും ആക്രമകാരിയുമായ ഹസ്തറിന്റെ കയ്യിൽ നിന്നും അതെടുക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അവന്റെ അടങ്ങാത്ത വിശപ്പിനെ ഉപയോഗിക്കുക. ആ കോട്ടയിലെ കിണറിനുള്ളിലെ രഹസ്യ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ദേവിയുടെ ഗർഭപാത്രത്തിലേക്കുള്ള കവാടം കാണാം. ഒരു കയറുപയോഗിച്ച് അതിലൂടെ താഴെ ഇറങ്ങിയാൽ അക്ഷരാർത്ഥത്തിൽ ജീവനുള്ള ഒരു വലിയ ഗർഭപാത്രത്തിലാണ് എത്തിച്ചേരുക. കോടിക്കണക്കിന് വർഷങ്ങളായി പട്ടിണിയിൽ കഴിയുന്ന ഹസ്തർ പുറത്തു വരണമെങ്കിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോതമ്പുമാവ് കൊണ്ടുണ്ടാക്കിയ ഒരു പാവയെ കാണിക്കണം. എന്നാൽ ഹസ്തറിന്റെ സ്പർശനമേൽക്കാതിരിക്കാൻ ഗോതമ്പ് പൊടി കൊണ്ട് ആദ്യം ഒരു വൃത്തം വരച്ച് അതിനുള്ളിൽ നിൽക്കണം. ഒരു ലക്ഷ്മണരേഖ പോലെ പ്രവർത്തിക്കുന്ന ആ വൃത്തത്തിനുള്ളിലേക്ക് അവന് കടക്കാൻ കഴിയില്ല. അതിനുള്ളിൽ നിന്നുകൊണ്ട് കുഴച്ച മാവ് അവൻ എറിഞ്ഞു കൊടുത്ത ശേഷം അവനത് ആർത്തിയോടെ കഴിക്കുമ്പോൾ അവന്റെ ഇടുപ്പിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു സഞ്ചിയിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ തട്ടിപ്പറിക്കണം. ഹസ്തർ അത് കഴിച്ചു തീരുന്നതിനു മുൻപ് കിട്ടാവുന്നത്ര നാണയങ്ങൾ ശേഖരിച്ച് ആ കയറിലൂടെ പിടിച്ചു കയറി പുറത്തെത്തി വാതിലടക്കണം. മനോധൈര്യവും കായിക ശക്തിയും വേഗതയും ഉള്ളവർക്ക് മാത്രമേ അത് സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ അവൻ മാസങ്ങളോളം കോട്ടയിൽ താമസിച്ച് പരിശീലനം നടത്തി. ഒടുവിൽ കിണറിനടിയിലെ രഹസ്യ വഴിയും കവാടവും കണ്ടെത്തിയ ശേഷം അവൻ സർക്കാരിന്റെ മുത്തശ്ശിക്ക് നൽകിയ വാക്ക് പാലിച്ചു. അവരെ മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ച് എന്നേക്കുമായി ആ ശാപത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് മുൻപ് അവർ അവനൊരു മുന്നറിയിപ്പ് നൽകി. ഒരു കാരണവശാലും സ്വർണത്തോടുള്ള ആർത്തി കാരണം അവിടെ കൂടുതൽ നേരം നിൽക്കരുത്. ഹസ്തർ പാവയെ തിന്നു തീർക്കുന്നതിന് മുൻപ് അവിടെ നിന്നും രക്ഷപ്പെട്ടില്ലെങ്കിൽ അവൻ ആക്രമിക്കാൻ തുടങ്ങുമെന്നും ഹസ്തറിന്റെ കടിയേറ്റാൽ മരണമില്ലാതെ വിശപ്പും ദാഹവും സഹിച്ച് അവരെ പോലെ ജീർണിച്ച് നരകിക്കേണ്ടി വരുമെന്നും അവർ പറഞ്ഞു. എല്ലാം മനസ്സിലാക്കിയതോടെ അവരെയും ആ വീടും കത്തിച്ച ശേഷം പലതവണ ഹസ്തറിന്റെ കയ്യിൽ നിന്നും സ്വർണം കൈക്കലാക്കി അവൻ പൂനെയിലുള്ള തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. മാസങ്ങളോളം നീണ്ട കഠിനമായ അലച്ചിലും അധ്വാനവും കാരണം താടിയും മുടിയും വളർന്ന് ചെളി പുരണ്ട വസ്ത്രങ്ങളുമായി ഒരു ഭ്രാന്തനെ പോലെയാണ് അവൻ വീട്ടിലേക്ക് കയറി ചെന്നത്. എന്നാൽ അപ്പോഴേക്കും അവിടെ കാര്യങ്ങൾ മാറി മറിഞ്ഞിരുന്നു. മാസങ്ങളായി തന്റെ ഭർത്താവിനെ കാണാതായതോടെ അയാൾ തന്നെ ഉപേക്ഷിച്ചു പോയതാണെന്ന് വിശ്വസിച്ച വിനായകന്റെ ഭാര്യ വൈദേഹി ജീവിക്കാനായി ഗ്രാമത്തിലുള്ളവർക്ക് ഗോതമ്പ് പൊടിച്ചു നൽകുന്ന തൊഴിൽ കണ്ടെത്തിയിരുന്നു. സ്ത്രീകൾ സ്വയം തൊഴിൽ കണ്ടെത്തുന്നത് ഒരു കുറ്റമായി കണ്ടിരുന്ന കാലമായിരുന്നു അത്. അതിന്റെ പേരിൽ തന്റെ ഭാര്യയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന വിനായകനോട് അവൻ പോയ കാലം അത്രയും അവൾ അനുഭവിച്ച കഷ്ടതകൾ പറഞ്ഞ് അവൾ വഴക്കിട്ടു. ഒടുവിൽ അവൻ പോയതിന്റെ കാരണവും അവർക്ക് ലഭിച്ച സൗഭാഗ്യവും മനസ്സിലാക്കിയ അവൾ വഴക്ക് അവസാനിപ്പിച്ച് അവനോടൊപ്പം പുതിയൊരു ജീവിതം ആരംഭിക്കാൻ തീരുമാനിച്ചു. കുറച്ചു ദിവസത്തെ വിശ്രമത്തിന് ശേഷം വിനായക് നേരെ പോയത് അവിടത്തെ ഒരു പലിശക്കാരനായ രാഘവിന്റെ അടുത്തേക്കാണ്. അയാളുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിരുന്ന വിനായക് പലിശയടക്കം 32 രൂപ അയാൾക്ക് നൽകാനുണ്ടായിരുന്നു. പണം തിരിച്ചു നൽകാൻ ഇനിയും സമയം ചോദിച്ചു വന്നതാണ് വിനായക് എന്ന് കരുതിയ രാഘവ് ഒരു ബ്രിട്ടീഷ് ഓഫീസർ വഴി ഇന്ത്യയിലേക്ക് ഓപ്പിയം എന്ന മയക്കുമരുന്ന് കടത്താനുള്ള ലൈസൻസ് തനിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും അതുവഴി താൻ പണക്കാരനാകുമ്പോൾ കാര്യങ്ങൾ നോക്കാൻ ഒരു ജോലിക്കാരനെ ആവശ്യമുണ്ടെന്നും അവനോട് പറഞ്ഞു. കടം വാങ്ങിയ പണം തിരികെ നൽകാൻ സാധിക്കാത്ത വിനായകനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് പണം ഈടാക്കാമെന്നായിരുന്നു അയാൾ ഉദ്ദേശിച്ചത്. എന്നാൽ അടുത്ത നിമിഷം വിനായക് തന്റെ കയ്യിൽ 100 രൂപ വില മതിക്കുന്ന ഒരു സ്വർണ്ണ നാണയമുണ്ടെന്നും അതെടുത്ത് ബാക്കി 68 രൂപ തനിക്ക് തിരിച്ചു തരാനും ആവശ്യപ്പെട്ടു. രാഘവ് ഒന്ന് അത്ഭുതപ്പെട്ടെങ്കിലും പണം തിരികെ കിട്ടിയ സന്തോഷത്തിൽ അയാൾ അത് സ്വീകരിച്ചു. തന്റെ കയ്യിൽ 3 സ്വർണ്ണ നാണയങ്ങൾ കൂടെ ഉണ്ടെന്നും അത് വാങ്ങി പകരം തനിക്ക് പണം തരാനും വിനായക് ആവശ്യപ്പെട്ടപ്പോൾ ദരിദ്രനായ വിനായകന് ഇത്രയും സ്വർണം കിട്ടാൻ വകുപ്പില്ലെന്നറിയാമായിരുന്ന രാഘവ് അവനത് എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചതാണോ എന്ന് തുറന്നു ചോദിച്ചു. ഇത് തനിക്ക് കുടുംബസ്വത്തായി ലഭിച്ചതാണെന്ന അവന്റെ മറുപടി സംശയത്തോടെ കേട്ടുനിന്ന അയാൾ അത് വാങ്ങി അവന് പണം നൽകി. തുടർന്നുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് പലതവണ തുമ്പാതിൽ പോയി സ്വർണമെടുക്കുന്ന വിനായക് വലിയ പണക്കാരനായി മാറി. സ്വർണമെല്ലാം വിറ്റ് അവന് പണമാക്കി നൽകിയത് രാഘവായിരുന്നു. തുമ്പാതിൽ നിന്നാണ് വിനായകന് സ്വർണം ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന രാഘവന് തുമ്പാതിലെ സർക്കാരിന്റെ കോട്ടയിലുള്ള നിധിയെക്കുറിച്ചുള്ള കഥകൾ അറിയാമായിരുന്നു. പലതവണ അവനോട് സ്വർണ്ണ
സ്വർണത്തിന്റെ രഹസ്യത്തെപ്പറ്റി ചോദിച്ചെങ്കിലും അവൻ ഒന്നും വിട്ടു പറഞ്ഞില്ല. അടുത്ത ദിവസം തനിക്ക് ഓപ്പിയം ഇറക്കാനുള്ള ലൈസൻസ് ശരിയാക്കി തരാമെന്നേറ്റ ബ്രിട്ടീഷ് ഓഫീസർ കൂപ്പറിനെ രാഘവ് കണ്ടുമുട്ടി. ലൈസൻസ് നൽകാൻ അയാൾ ആവശ്യപ്പെട്ട വലിയ തുക എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ അയാൾ രാഘവിനോട് പറഞ്ഞു. പ്രമോഷൻ ലഭിച്ച് അയാൾ ഒരു മാസത്തിനുള്ളിൽ ഇന്ത്യ വിടുമെന്നും താൻ പോയാൽ രാഘവന് പിന്നീട് ഒരിക്കലും ആ ലൈസൻസ് ലഭിക്കില്ലെന്നും അയാൾ രാഘവിനോട് പറഞ്ഞു. അയാൾ ആവശ്യപ്പെട്ട പണം എത്രയും പെട്ടെന്ന് ശരിയാക്കാമെന്ന ധാരണയിൽ രാഘവ് നേരെ പോയത് വിനായകിന്റെ വീട്ടിലേക്കാണ്. വിനായക് അവിടെ ഇല്ലെന്നറിയാമായിരുന്ന രാഘവിന്റെ ഉദ്ദേശം വിനായകന് സ്വർണം എവിടുന്നാണ് ലഭിക്കുന്നതെന്ന് അവന്റെ ഭാര്യയോട് ചോദിച്ചറിയുക എന്നതായിരുന്നു. പല രീതിയിൽ അയാൾ ചോദിച്ചെങ്കിലും തനിക്കൊന്നും അറിയില്ലെന്നായിരുന്നു അവളുടെ മറുപടി. അപ്പോഴേക്കും അവിടെ എത്തിയ വിനായകന് രാഘവിന്റെ ഉദ്ദേശം മനസ്സിലായിരുന്നു. തന്നെയും തുമ്പാദിലെ അവന്റെ ബിസിനസ്സിൽ കൂട്ടാൻ രാഘവ് അവനോട് ആവശ്യപ്പെട്ടെങ്കിലും അവൻ സ്നേഹപൂർവ്വം അത് നിരസിച്ച് അയാളെ തിരിച്ചയച്ചു. എന്നാൽ അടുത്ത ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ വിനായകിന്റെ വളർച്ച വളരെ വലുതായിരുന്നു. അവൻ പൂനെയിൽ സ്വന്തമായി കാറും സ്കൂട്ടറും ഒക്കെയുള്ള കോടീശ്വരനായ ഒരു പ്രമാണിയായി മാറിയതിൽ രാഘവന് അവനോട് കടുത്ത അസൂയ തോന്നി. അതിനിടയിൽ വീണ്ടും കൂപ്പറിനെ കാണുന്ന രാഘവനോട് ഇനി അധികം സമയമില്ലെന്നും ഓപ്പിയം ലൈസൻസിനുള്ള പണം എത്രയും പെട്ടെന്ന് ശരിയാക്കണമെന്നും അയാൾ ആവശ്യപ്പെട്ടു. അതോടെ ഒരു പണക്കാരനാകാനുള്ള തന്റെ അവസാനത്തെ അവസരം നഷ്ടപ്പെടുമോ എന്ന ഭയം രാഘവനെ പിടികൂടി. ഒരിക്കൽ തന്റെ മുന്നിൽ പണത്തിനായി യാചിച്ചു നിന്ന വിനായകനോട് കടം വാങ്ങാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. പകരം വിനായകന് എങ്ങനെയാണ് സ്വർണം ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ രാഘവ് ഒരു ബുദ്ധി പ്രയോഗിച്ചു. മുമ്പൊരിക്കൽ വീട്ടുജോലിക്ക് ഒരാളെ വേണമെന്ന് വിനായകന്റെ ഭാര്യ പറഞ്ഞതനുസരിച്ച് ഒരു പെൺകുട്ടിയെ അവന്റെ വീട്ടിലേക്ക് രാഘവ് കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ രാഘവിന്റെ ഉദ്ദേശം വേറെയായിരുന്നു. അവളെ കൊണ്ട് വിനായകനെ വശീകരിച്ച് 2-3 ദിവസം അവിടെ പിടിച്ചു നിർത്തുക. ആ സമയം രാഘവന് തുമ്പാദിലെ സർക്കാരിന്റെ കോട്ടയിൽ പോയി സ്വർണത്തിന്റെ ഉറവിടം കണ്ടെത്താം. എന്നാൽ കോടീശ്വരനായ വിനായകനെ സഹായിച്ചാൽ തനിക്ക് കൂടുതൽ പണം കിട്ടുമെന്ന് മനസ്സിലാക്കിയ ആ പെൺകുട്ടി രാഘവിന്റെ ഈ പദ്ധതികൾ അവനെ അറിയിച്ചു. അപ്പോഴേക്കും രാഘവ് സ്വർണം കണ്ടെത്താനായി സർക്കാരിന്റെ കോട്ടയിലെത്തിയിരുന്നു. രാഘവിന്റെ ചതി മനസ്സിലാക്കിയ വിനായക് ഉടൻ തന്നെ തുമ്പാദിലേക്ക് പുറപ്പെട്ടു. കോട്ടയ്ക്കുള്ളിലെ ഓരോ കോണുകളിലും നടന്ന് രാഘവ് നിധി എവിടെയാണെന്ന് അന്വേഷിച്ചു. ഇതെല്ലാം അവനെ പിന്തുടർന്നെത്തിയ വിനായക് ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊരു നിധിയല്ലെന്നും ഹസ്തറിന്റെ കയ്യിൽ നിന്നും ബുദ്ധിയും കായിക ശക്തിയും ഉപയോഗിച്ച് സ്വന്തമാക്കേണ്ട ഒന്നാണെന്നും അറിയാത്ത രാഘവനെ തന്റെ രഹസ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് എന്നേക്കുമായി ഇല്ലാതാക്കാൻ വിനായക് തീരുമാനിച്ചു. രാഘവ് തന്നെ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വിനായക് ആ കിണറിനുള്ളിലേക്ക് ഇറങ്ങി. കുറച്ചു സമയത്തിനു ശേഷം അവൻ സ്വർണവുമായി പുറത്തേക്ക് വന്നത് രാഘവ് കണ്ടു. താൻ പോയ ശേഷം രാഘവ് ആ കിണറ്റിലേക്ക് സ്വർണം കൈക്കലാക്കാൻ ഇറങ്ങുമെന്ന് ഉറപ്പുണ്ടായിരുന്ന വിനായക് ദേവിയുടെ ഗർഭപാത്രത്തിൽ ഒരു ചതി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഹസ്തറിന്റെ അക്രമ സ്വഭാവത്തെക്കുറിച്ചും ഗോതമ്പ് മാവിന്റെ രഹസ്യവും രാഘവൻ അറിയാത്തതുകൊണ്ട് ഒരു ചെറിയ പെട്ടിയിൽ ഗോതമ്പ് മാവ് കുഴച്ച ഒരു പാവ അവൻ വെച്ചിരുന്നു. വിനായക് പോയ ശേഷം കിണറ്റിലെ രഹസ്യ വഴിയിലൂടെ താഴെ ഇറങ്ങിയ രാഘവ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ വലിയ ഗർഭപാത്രം കണ്ടു ഭയന്നു. എവിടെയാണ് സ്വർണം ഇരിക്കുന്നതെന്ന് തിരയുന്നതിനിടെ വിനായക് വെച്ച ആ ചെറിയ പെട്ടി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനകത്തായിരിക്കും സ്വർണമെന്ന് കരുതി അത് തുറന്നു നോക്കുന്ന രാഘവ് കണ്ടത് ഗോതമ്പ് മാവ് കുഴച്ചുണ്ടാക്കിയ ഒരു പാവയായിരുന്നു. അടുത്ത നിമിഷം തന്റെ ഭക്ഷണത്തിന്റെ മണം പിടിച്ച് അവിടെ എത്തിയ ഹസ്തർ നിമിഷ നേരം കൊണ്ട് അത് കൈക്കലാക്കി രാഘവിനെ ആക്രമിച്ചു. ഹസ്തറിന്റെ കടിയേറ്റ രാഘവ് സർക്കാരിന്റെ മുത്തശ്ശിയെ പോലെ ഒരു രാക്ഷസ രൂപമായി മാറി ആ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ചു കിടന്നു. രാഘവ് ഹസ്തറിന്റെ പിടിയിലായെന്ന് ഉറപ്പുവരുത്തിയ വിനായക് വീണ്ടും ഗർഭപാത്രത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അഴുകിയ ശരീരവുമായി വേദനയിൽ പൊളിയുന്ന രാഘവിനെ കണ്ട് വിഷമം തോന്നിയ വിനായക് വേഗം ഉറങ്ങിക്കോളാനും അല്ലെങ്കിൽ ഹസ്തർ വരുമെന്നും പറഞ്ഞ് അയാളെ ഉറക്കി കിടത്തി. ഇതിനെല്ലാം ശേഷവും സ്വർണത്തോടുള്ള അടങ്ങാത്ത ആർത്തിയുമായി നിന്ന വിനായക് ഉണങ്ങിയ ഗോതമ്പ് മാവ് കൊണ്ട് ഒരു വൃത്തം വരച്ച് ഭക്ഷണം കാണിച്ച് ഹസ്തറിനെ വീണ്ടും വരുത്തി. ആ വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ ഹസ്തറിനെ അവൻ വെല്ലുവിളിച്ചു. ആർത്തിയോടെ നിന്ന ഹസ്തറിന് നേരെ ഭക്ഷണം എറിഞ്ഞു കൊടുത്ത ശേഷം അവന്റെ ഇടുപ്പിൽ നിന്നും വിനായക് സ്വർണം തട്ടിപ്പറിച്ചെടുത്തു. കൂടുതൽ നരകിപ്പിക്കാതെ രാഘവനെ തീയിട്ട് കൊന്ന ശേഷം ഹസ്തറിന്റെ പിടിയിലാകും മുൻപ് അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. വിനായകന് അപ്പോഴേക്കും ഒരു ആൺകുട്ടി ജനിച്ചിരുന്നു. ഒരു ദിവസം വീട്ടുജോലിക്കാരിയുമായുള്ള വിനായകന്റെ അവിഹിത ബന്ധം അറിഞ്ഞ വൈദേഹി അവളെ ഉപദ്രവിക്കുകയും വിനായകനോട് പരാതി പറയുകയും ചെയ്തു. എന്നാൽ അക്കാലത്ത് പ്രമാണിമാരായ പുരുഷന്മാർ ഭാര്യമാർക്ക് പുറമെ തന്റെ ലൈംഗിക ആവശ്യങ്ങൾക്കായി വെപ്പാട്ടികളെ വീട്ടിൽ തന്നെ താമസിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. തന്റെ ഭാര്യയുടെ പരിഭവങ്ങളും പരാതികളും അവഗണിച്ച വിനായക് അവളെ തന്റെ വെപ്പാട്ടിയാക്കി വീട്ടിൽ തന്നെ താമസിപ്പിച്ചു. വർഷങ്ങൾ കടന്നുപോയി. വിനായക് ഇപ്പോൾ ഒരു മധ്യവയസ്കനാണ്. മൂത്ത ആൺകുട്ടിയായ പാണ്ഡുരംഗിനെ കൂടാതെ 2 പെൺമക്കളും അവനുണ്ട്. പ്രായം കൂടുന്തോറും കിണറ്റിൽ നിന്നും ഹസ്തറിന്റെ കയ്യിൽ പെടാതെ പെട്ടെന്ന് സ്വർണമെടുത്ത് തിരിച്ചു കയറാനുള്ള കായിക ബലം അവന് കുറഞ്ഞു വന്നു. അതുകൊണ്ട് തന്നെ 13 വയസ്സുള്ള തന്റെ മകൻ പാണ്ഡുരംഗിനെ ആ ഗർഭപാത്രത്തിലെ അതേ അന്തരീക്ഷവും അളവുകളും വീട്ടിൽ
വീട്ടിൽ സൃഷ്ടിച്ച് സ്വർണമെടുക്കാൻ അവൻ പരിശീലിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് താൻ തയ്യാറെടുക്കുന്നതെന്ന് അറിയില്ലെങ്കിലും തന്റെ അച്ഛന്റെ നിർദ്ദേശപ്രകാരം അവൻ കഠിനമായി പരിശീലിച്ചു. അപ്പോഴേക്കും വിനായക് പൂർണ്ണമായും കാമുകിയോടൊപ്പം ആയിരുന്നു താമസം. എല്ലാ സങ്കടങ്ങളും മനസ്സിലൊതുക്കി പരാതിയും പരിഭവങ്ങളും പറയാതെ മക്കളെ നോക്കിയും അവർക്ക് ഭക്ഷണമുണ്ടാക്കിയും അവന്റെ ഭാര്യ വൈദേഹി അവിടെ ജീവിച്ചു. അടുത്ത ദിവസം തുമ്പാദിലേക്ക് പോകുമ്പോൾ തന്റെ മകനെയും കൂട്ടാൻ വിനായക് തീരുമാനിച്ചു. ആവശ്യമുള്ള ഗോതമ്പ് പൊടിയും മാവും തയ്യാറാക്കി വൈദേഹി അവരെ യാത്രയയച്ചു. പോകുന്ന വഴിയിൽ ഹസ്തറിനെ കുറിച്ചും തുമ്പാദിന്റെ ശാപത്തെക്കുറിച്ചും വിനായക് മകന് പറഞ്ഞുകൊടുത്തു. കോട്ടയിലെത്തിയ ശേഷം ഗോതമ്പ് മാവ് ഉപയോഗിച്ച് എങ്ങനെ ഹസ്തറിൽ നിന്നും സ്വർണമെടുക്കാമെന്നും മാവ് കൊണ്ട് എങ്ങനെ പാവയുണ്ടാക്കാമെന്നും വിനായക് അവനെ പഠിപ്പിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ ഹസ്തറിനെ വരുത്തുന്നില്ലെന്നും ദേവിയുടെ ഗർഭപാത്രത്തിലേക്ക് എങ്ങനെ ഇറങ്ങുമെന്നും അതിനകം എങ്ങനെയാണെന്നും പഠിക്കാനാണ് നമ്മൾ പോകുന്നതെന്നും വിനായക് മകനോട് പറഞ്ഞു. ഗർഭപാത്രത്തിനുള്ളിൽ എത്തിയ വിനായക് മകന് കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ചു നൽകി. ഉണങ്ങിയ മാവ് കൊണ്ട് വരയ്ക്കുന്ന വൃത്തം ഒരു ലക്ഷ്മണ രേഖ പോലെ പ്രവർത്തിക്കുമെന്നും അതിനുള്ളിലേക്ക് ഹസ്തറിന് കടക്കാൻ കഴിയില്ലെന്നും അവൻ മകനെ പഠിപ്പിച്ചു. പക്ഷേ വിനായകിനെ പോലെ തന്നെ പണത്തോട് അടങ്ങാത്ത ആഗ്രഹമുണ്ടായിരുന്ന പാണ്ഡുരംഗ് ഹസ്തറിനെ കാണാനും സ്വർണമെടുക്കാനുമുള്ള ആഗ്രഹം കൊണ്ട് വിനായക് അറിയാതെ ഒരു ചെറിയ പാവ കയ്യിൽ കരുതിയിരുന്നു. പാണ്ഡുരംഗിന്റെ കയ്യിൽ ഗോതമ്പ് മാവ് കണ്ട ഹസ്തർ അവരെ ആക്രമിച്ച് ആ പാവ തട്ടിപ്പറിച്ച് തിന്നാൻ തുടങ്ങി. ഭയന്നുപോയ വിനായക് മകനെയും കൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പാണ്ഡുരംഗ് ഹസ്തറിന്റെ ഇടുപ്പിൽ നിന്നും കിട്ടാവുന്നത്ര സ്വർണമെടുത്ത് വിനായകിന്റെ പിന്നാലെ കയറിൽ പിടിച്ചു കയറി. ഹസ്തറിന്റെ കയ്യിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രം അന്നവർ രക്ഷപ്പെട്ടു. പുറത്തെത്തിയ വിനായക് മകനെ കണക്കിന് ശകാരിക്കുകയും അടിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കരുതെന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കിയ ശേഷം അവർ പൂനെയിലേക്ക് തിരിച്ചുപോയി. എന്നാൽ ആ യാത്രയിൽ പാണ്ഡുരംഗിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അവന്റെ മുന്നിൽ നീണ്ടുകിടക്കുന്ന ജീവിതവും അവനെ കാത്തിരിക്കുന്ന അളവറ്റ സ്വർണവും അവന്റെ സ്വഭാവത്തിൽ ഒരു തരം അഹങ്കാരവും ധൈര്യവും വളർത്തി. വീട്ടിലെത്തിയ അവനോട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന അമ്മയുടെ ചോദ്യത്തിന് അത് ഞാനും അച്ഛനും മാത്രം അറിഞ്ഞാൽ മതിയെന്നായിരുന്നു അവന്റെ മറുപടി. അടുത്ത ദിവസം തന്നെ കാണാൻ വന്ന രണ്ടു പ്രാദേശിക നേതാക്കളിൽ നിന്നും രണ്ടു പ്രധാന വിവരങ്ങൾ വിനായക് അറിഞ്ഞു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയെന്നും ഒരു പുതിയ സർക്കാരിന്റെ കീഴിൽ ഇന്ത്യ ഇന്നൊരു സ്വതന്ത്ര രാജ്യമാണെന്നുമായിരുന്നു ആദ്യത്തേത്. രണ്ടാമത്തെ വാർത്ത വിനായകനെ ശരിക്കും ഞെട്ടിച്ചു. പുതിയ സർക്കാർ കൊണ്ടുവന്ന നിയമപ്രകാരം രാജ്യത്ത് അനധികൃതമായി ആളുകൾ കൈയടക്കി വെച്ച ഭൂമികളും വലിയ തറവാടുകളും സർക്കാർ ഏറ്റെടുക്കാൻ പോവുകയാണെന്നും അതിൽ വിനായക് അടക്കി വെച്ചിരിക്കുന്ന തുമ്പാദിലെ ആ വലിയ കോട്ടയും പെടുമെന്നും അവനെ അറിയിച്ചു. മാത്രമല്ല കോട്ട സർക്കാരിന് വിട്ടു നൽകിയാൽ പകരം നഷ്ടപരിഹാരമായി ഒരു ചെറിയ തുക വിനായകന് ലഭിക്കുകയും ചെയ്യും. അവർ പറയുന്ന നഷ്ടപരിഹാര തുക വിനായകനെ സംബന്ധിച്ച് ഒന്നുമല്ലായിരുന്നു. അവന്റെ മനസ്സിൽ മുഴുവൻ ആ കോട്ടയ്ക്ക് താഴെയുള്ള ഹസ്തറും അവിടെയുള്ള അളവറ്റ സ്വർണവുമായിരുന്നു. തറവാട് സർക്കാരിന്റെ അധീനതയിലായാൽ അവിടെ പോലീസും പട്ടാളവും എത്തും. പിന്നെ ഒരിക്കലും തനിക്ക് ആ കിണറ്റിലേക്ക് ഇറങ്ങാനോ സ്വർണമെടുക്കാനോ കഴിയില്ല എന്ന് വിനായകന് അതോടെ ഉറപ്പായി. തന്റെ സ്വർണ്ണഖനി എന്നേക്കുമായി ഇല്ലാതാകുമോ എന്ന ഭയം അവനെ പിടികൂടി. അന്ന് രാത്രി മദ്യപിച്ച് ലക്കുകെട്ട വിനായക് ഈ വിഷയങ്ങളെല്ലാം തന്റെ മകനോട് പങ്കുവച്ചു. ശേഷം വീടിന് മുകളിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണശേഖരം അവന് കാണിച്ചു കൊടുക്കുന്ന വിനായക് സർക്കാർ തുമ്പാതും ആ കോട്ടയും പിടിച്ചെടുക്കുന്നതിനു മുൻപ് കിട്ടാവുന്നത്ര സ്വർണമെടുക്കാനുള്ള വഴിയെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു. വിനായക് ഉറങ്ങിയ ശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നാണയവുമായി പാണ്ഡുരംഗ് അച്ഛന്റെ കാമുകിയുടെ അടുത്തേക്ക് പോയി. അച്ഛന്റെ കാലശേഷം ഈ പണത്തിന്റെയും സ്വത്തിന്റെയും അവകാശി താനാണെന്നും അതിനാൽ തന്നോടൊപ്പം കിടക്ക പങ്കിടാനും അവൻ അവളോട് തികഞ്ഞ അഹങ്കാരത്തോടെ ആവശ്യപ്പെട്ടു. അവന്റെ ആ ആവശ്യം ചിരിച്ചു തള്ളിയ അവൾ അവനോട് ആ നാണയം വാങ്ങിയ ശേഷം അധികം സംസാരിക്കാതെ തന്റെ മുറിയിലേക്ക് പോയി. അടുത്ത ദിവസം അവളിൽ നിന്നും ഈ വിവരമറിഞ്ഞ വിനായക് മകനെ പൊതിരെ തല്ലി. അവനൊരു പുരുഷനായി മാറുന്നത് വിനായക് മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ അച്ഛന്റെ ശകാരത്തിനും മർദ്ദനത്തിനുമിടയിൽ അവനൊരു കാര്യം വിനായകിനോട് പറഞ്ഞു. സർക്കാർ കോട്ട ഏറ്റെടുക്കുന്നതിന് മുൻപ് നമുക്ക് ഹസ്തറിന്റെ കയ്യിൽ നിന്നും കിട്ടാവുന്നത്ര സ്വർണമെടുക്കാൻ ഒരു വഴിയുണ്ട്. ഹസ്തറിന്റെ ഇടുപ്പിലെ ഒരു സഞ്ചിയിലാണ് അവൻ സ്വർണ്ണ നാണയങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അത് തട്ടിപ്പറിക്കുമ്പോൾ നിലത്ത് വീഴുന്ന നാണയങ്ങൾ എടുക്കുന്നതിനു പകരം ആ സഞ്ചി മുഴുവനായി പറിച്ചെടുത്താൽ പോരെയെന്ന് അവൻ ചോദിച്ചു. മാത്രമല്ല അതിനിടയിൽ അവൻ ആക്രമിക്കാതിരിക്കാൻ കൂടുതൽ മാവ് കൊണ്ടുണ്ടാക്കിയ പാവകൾ കൊണ്ടുപോകാമെന്നായിരുന്നു അവന്റെ പക്ഷം. അങ്ങനെയെങ്കിൽ ചുരുങ്ങിയത് 30 സഞ്ചിയെങ്കിലും നമുക്ക് സ്വന്തമാക്കാമെന്ന് അവൻ പറഞ്ഞു. അതൊരു ബുദ്ധിയാണെന്ന് സമ്മതിക്കുന്ന വിനായക് തന്റെ മകൻ ചെയ്ത തെറ്റുകളെല്ലാം പുറത്ത് തിരിച്ചെത്തിയ ശേഷം അവന്റെ കല്യാണം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് തുമ്പാദിലേക്ക് പോവാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം അവർ തുമ്പാദിലേക്ക് യാത്ര തിരിച്ചു. കോട്ടയിലെത്തി രഹസ്യവാതിലിന് ചുറ്റും വൃത്തം വരച്ച ശേഷം 30ഓളം പാവകളുമായി ഗർഭപാത്രത്തിലേക്ക് ഇറങ്ങിയ അവർ ഹസ്തറിന്റെ
വരവിനായി കാത്തിരുന്നു. അടുത്ത നിമിഷം വിനായകന്റെ മുഖത്തെ സന്തോഷം പെട്ടെന്ന് തന്നെ ഇല്ലാതായി. അവൻ അറിയാത്ത, അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവിടെ നടന്നു. ഒരേ സമയം ഒരു പാവയുമായി മാത്രമേ അവിടെ പോകാൻ പാടുള്ളൂ. കാരണം എത്ര പാവയുണ്ടോ ഹസ്തർ അത്രയും എണ്ണമായി അധികരിക്കും. ഒന്നിൽ നിന്നും ഹസ്തർ 30 എണ്ണമായി അവരുടെ മുന്നിൽ പെരുകിയതോടെ വിനായകും മകനും ഭയന്നുപോയി. കുറച്ച് പാവകൾ എറിഞ്ഞു നൽകിയപ്പോൾ അതിനായി അവ അവരുടെ മുന്നിൽ കിടന്ന് ആർത്തിയോടെ തമ്മിൽ തല്ലി. അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കാതെ ആ വൃത്തത്തിനുള്ളിൽ കിടന്ന് മരിക്കേണ്ടി വരുമെന്നുറപ്പായ വിനായക് തന്റെ മകനെ രക്ഷിക്കാനായി സ്വയം ഹസ്തറിന് ബലി നൽകാൻ തീരുമാനിച്ചു. ബാക്കിയുണ്ടായിരുന്ന പാവകളെല്ലാം തന്റെ ശരീരത്തിൽ വെച്ച് കെട്ടി മുകളിലേക്ക് കയറാൻ തുടങ്ങിയ വിനായകന് പിന്നാലെ ഹസ്തറിന്റെ ആ കൂട്ടം പാഞ്ഞെടുത്തു. തന്നെ പിടികൂടാൻ ശ്രമിച്ച അവയെ ഓരോന്നായി അവൻ തള്ളി താഴെയിട്ടു. താഴെ വീണവ പാണ്ഡുരംഗ് നിൽക്കുന്ന ലക്ഷ്മണ രേഖയിലും മുകളിലേക്ക് കയറാൻ ശ്രമിച്ചവ കവാടത്തിന്റെ ചുറ്റുമുള്ള രേഖയിലും തട്ടി ഭസ്മമായി. എല്ലാം നഷ്ടപ്പെട്ട പാണ്ഡുരംഗ് ഒരുവിധം അവിടെ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്കോടി. പുറത്തെത്തിയ ശേഷം തന്റെ അച്ഛൻ വിനായകനെ അവൻ അന്വേഷിച്ചു. അടുത്ത നിമിഷം അവനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു നിലവിളി ആ കിണറിന്റെ പുറത്തു നിന്നും അവൻ കേട്ടു. അവിടെ അവൻ കണ്ട കാഴ്ച ആരെയും ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഹസ്തറിന്റെ കടിയേറ്റ് ശരീരമാസകലം അഴുകിയ നിലയിൽ വിരൂപനായി മാറിയ വിനായകായിരുന്നു അത്. തന്റെ മകനെ കണ്ട വിനായക് ഹസ്തറിന്റെ ഇടുപ്പിൽ നിന്നും മോഷ്ടിച്ച ആ സ്വർണ്ണക്കിഴി അവന് നേരെ നീട്ടിയെങ്കിലും അവൻ ഭയത്തോടെ പിന്നോട്ട് നീങ്ങി. വിനായക് വീണ്ടും അതുമായി അവന്റെ അടുത്തേക്ക് ഇഴഞ്ഞു നീങ്ങിയപ്പോൾ തങ്ങളുടെ അത്യാഗ്രഹത്തിന് ലഭിച്ച ശിക്ഷയാണിതെന്ന് മനസ്സിലാക്കുന്ന പാണ്ഡുരംഗ് ആ ശാപത്തിൽ നിന്നും തന്റെ അച്ഛനെ മോചിപ്പിക്കാൻ കയ്യിലെ വിളക്കുപയോഗിച്ച് വിനായകനെ കത്തിച്ചു കളഞ്ഞു. തന്റെ അച്ഛൻ ജീവനോടെ കത്തിയെരിയുന്നത് കരഞ്ഞുകൊണ്ട് കണ്ടു നിൽക്കേണ്ടി വന്ന അവൻ ശപിക്കപ്പെട്ട ആ കോട്ടയും പണത്തോടുള്ള അത്യാഗ്രഹവും എന്നേക്കുമായി ഉപേക്ഷിച്ച് പൂനെയിലേക്ക് തിരിച്ചുപോയി.